തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുദൂരം മുന്നിൽ. LDF മൂന്നാം ഘട്ട പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ UDFലും NDAയ്ക്കും ഒന്നാം ഘട്ട പ്രചാരണം പോലും പൂർത്തിയാക്കാനായിട്ടില്ല. തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും അയവില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി പന്നീൻ രവീന്ദ്രൻ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ തേടി. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V ജോയിയുടെ പ്രചാരണം മണ്ണാംകോണിൽ നിന്നാണ് ആരംഭിച്ചത്. കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി M മുകേഷ് പുനലൂരിൽ വിവിധ കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്തു. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് പന്തളത്ത് നടത്തിയ റോഡ് ഷോയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. NDAയുടെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായെങ്കിലും UDFന് പത്തനംതിട്ടയും കൊല്ലം NDAയ്ക്കും തലവേദനയാവുകയാണ്. പത്തനംതിട്ടയിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K ശിവദാസൻ നായർ വിട്ടുനിന്നതാണ് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. DCC പുനഃസംഘടനയിൽ തുടങ്ങിയ തർക്കമാണ് തെരഞ്ഞെടുപ്പിലും ദൃശ്യമാകുന്ന വിഭാഗീയത. കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷമാണ് ഉളവാക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.